തിരുവനന്തപുരത്ത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുടെ ആത്മഹത്യയിൽ നെടുമങ്ങാട് സ്വദേശിയായ സുഹൃത്തിനെതിരെ പോക്സോ കേസെടുക്കും. മൊഴി നൽകുന്നതിനായി പെൺകുട്ടിയുടെ സുഹൃത്തിനെ പോലീസ് വിളിച്ചു വരുത്തിയിരുന്നു. ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, ഈ കേസിൽ ഏറ്റവും ഒടുവിലായി ഉണ്ടാകുന്ന പോലീസ് നീക്കങ്ങൾ എങ്ങനെ? ഷഫീദ്, റീജിത്ത, ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസറും കോട്ടൺ ഹിൽ സ്കൂളിലെ +2 വിദ്യാർത്ഥിനിയുമായ ആദിത്യയുടെ ആത്മഹത്യയിൽ ആണ് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ഒരു നടപടിയിലേക്ക് കടക്കുന്നത്. ഈ നെടുമങ്ങാട് സ്വദേശിയായ ആൺ സുഹൃത്തിനെ ഇന്ന് രാവിലെയാണ് പൂജപ്പുര സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി മൊഴിയെടുക്കൽ ആരംഭിച്ചത്. ഈ പെൺകുട്ടിക്ക് നെടുമങ്ങാട് സ്വദേശിയുമായി അടുപ്പമുണ്ടായിരുന്നു. ഈ അടുപ്പം കുറച്ചു നാളുകൾക്ക് മുൻപ് അവസാനിപ്പിച്ചതോടെ പെൺകുട്ടിക്കെതിരെ വ്യാപകമായ സൈബർ ആക്രമണം ഉണ്ടായെന്നായിരുന്നു ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ആരോപണം. ഇതിന് പിന്നാലെ ഈ മൊഴിയെടുക്കലിന് ശേഷമാണ് ഇപ്പോൾ നെടുമങ്ങാട് സ്വദേശിയായ സുഹൃത്തിനെതിരെ പോക്സോ കേസ് എടുക്കാൻ നിലവിൽ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിരുന്നില്ല. മാത്രവുമല്ല, ഈ പെൺകുട്ടി ചില അക്രമങ്ങൾ, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ സൈബർ അറ്റാക്ക് അടക്കമുള്ള കാര്യങ്ങൾ നേരിട്ടു എന്നുള്ളതിന് പോലീസിന് വലിയ സംശയം ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് അതടക്കമുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നെടുമങ്ങാട് സ്വദേശിയായ സുഹൃത്തിനെതിരെ പോക്സോ കേസെടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യേക സൈബർ സംഘത്തെ അടക്കം രൂപീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതമായി തുടരുകയാണ്. റീജിത്ത്, ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്.